സോ ഹായ് ഗൈസ്, ഇറ്റ്സ് മീ P4UIT. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഗൈസ്, നമ്മളിന്ന് ഒരു വെറൈറ്റി കണ്ടന്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. വെറൈറ്റി എന്ന് വെച്ചാൽ അത്ര വലിയ വെറൈറ്റി അല്ല, സംഭവം നമ്മുടെ മൈൻക്രാഫ്റ്റിന്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പം പ്രത്യേകിച്ചൊന്നും ഞാൻ പറയുന്നില്ല, കാര്യം ഞാൻ ഈ വീട്ടിൽ ആദ്യമായിട്ടാണ് ഇപ്പൊ വരുന്നത്. സോ കുറെ കാര്യങ്ങളുണ്ട്. നമ്മള് കളിക്കുന്ന ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ഇപ്പം കളിക്കാൻ മൈക്കി സനോ, അതായത് സനോ മാനേജർ ആയിട്ടുള്ള എസ്രാലെല്ലാം ഉണ്ട്. പിന്നെ ഗെയിമിംഗ് റിറ്റ്സോ ആൻഡ്രിയു നമ്മുടെ സെർവറിലെ മെമ്പറാണ്, നമ്മുടെ സ്റ്റാഫാണ്, എല്ലാം അയാളാണ്. അപ്പം ഇവർ രണ്ടുപേരും ഉണ്ട്. അപ്പം ഇത് ലല്ലുന്റെ വേൾഡാണ്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, തുടങ്ങിക്കോ. ഒറ്റ ഉണ്ട് എനിക്കിവിടെ ടാപ്പ് ഇമോട്ട് തന്നെ. അത് പോയി കാര്യം. പോയി. നമ്മളിപ്പോ പോകുന്ന വില്ലേജ് മനസ്സിലായോ പീറ്ററെ? ഇല്ല, ഇത് മറ്റേ വില്ലേജാ, മറ്റേ ക്ലാസ്സിലുള്ളവന്മാര് വന്ന് കളിക്കുന്ന വില്ലേജ്. ശാന്തമായ ലോകം അല്ലേ? ഇത് ശാന്തമായിട്ടുള്ളതാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇവരുടെ മെയിൻ ആയിട്ടുള്ള വില്ലേജ് ഇതായിരിക്കില്ല. ഞാൻ പറയില്ലേ, എല്ലാ വില്ലേജിനും ഒരു ചെറിയ വില്ലേജും ഒരു വലിയ വില്ലേജും കാണും. എനിക്ക് ചെറിയ വില്ലേജ് ശരിയ ഫ്രെയിം ഡ്രോപ്പ് ആണ്. ഞാൻ മറ്റേ ചങ്ക ഈ ഒരു വില്ലേജ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ എത്ര എളുപ്പമായിരിക്കും നമുക്ക് അതിനകത്ത് കയറാനും അടിക്കാനും ഒക്കെ. സിമ്പിൾ അല്ലേ, റൈഡ് പെട്ടെന്ന് കഴിയും. പക്ഷെ ഇതിനകത്തൊരു രാജാവ് ഞാനാണ്. ഞാൻ ഈ വില്ലേജ് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്, അത് എന്തൊരു പണിയായിരിക്കും. അപ്പൊ ഞാൻ ചെയ്ത് കൂട്ടിയൊരു പരിപാടിയാണ് ചിലപ്പോ വില്ലേജ് ഇവിടെ നിന്ന് നൈസായിട്ട് മാറ്റി ഇത് വില്ലേജേഴ്സിന് കൊടുത്തിട്ട് മനുഷ്യന്മാർക്ക് നിൽക്കാനുള്ള ഒരു പ്രോപ്പർ വില്ലേജ്. അറ്റാക്ക് വരുവാണെങ്കിൽ അങ്ങോട്ട് മാറ്റുക, അവിടെ വെച്ചായിരിക്കും അവരുടെ യുദ്ധം നടക്കാം. ആ വില്ലേജോട്ട് കയറേണ്ട ഒരു ടൈപ്പ് കാണിച്ചാൽ. ഇതേപോലെ നമ്മുടെ മൊട്ടസുഖിന്റെ വില്ലേജിലും ഇതേ ഒരു വില്ലേജ് ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ എല്ലാം ഉണ്ട്, കിണ്ടിയിലും ഉണ്ട്, നമ്മുടെ വില്ലേജിലും. നമ്മുടെ വില്ലേജാണ് നീ നേരത്തെ കണ്ടത്. ഇതെന്തൊരു മറ്റേ പരിപാടിയാന്ന് ചോദിച്ചത്. അങ്ങോട്ട് പോണ്ട ഇങ്ങോട്ട് അതുവഴി പോണ്ട. എനിക്കിവിടെ ഫ്രെയിം ഡ്രോപ്പ് ചെറുതായിട്ടുണ്ട് കേട്ടോ. ചങ്ക കുറച്ചിട്ടേക്കോ, പക്ഷെ ഇനിയും കുറയ്ക്കേണ്ടി വരും. ഇറങ്ങി നിൽക്കും അവര്. വീടിന്റെ ഉള്ളിൽ നിന്നും മേളിൽ നിന്നും സൈഡിൽ നിന്നും താഴെ നിന്നും ഒക്കെ അറ്റാക്ക് ചെയ്യാൻ പറ്റും വില്ലേജേഴ്സിന്. ഇതൊരു വലിയ കുഴിയാ, ഈ കുഴിയുടെ ഉള്ളിലാണ് ഇവരുടെ വില്ലേജ്. ഇത് വെറും 10% ഉള്ളൂ. 100% വില്ലേജാണ് നമ്മൾ ലാസ്റ്റ് കാണാൻ പോണെ. അത് കണ്ടാൽ നിങ്ങൾ കണ്ണ് തള്ളും. 100ാമത് കാണാൻ പോലെയാണ് കിണ്ടി. 100ാമത് കാണാൻ പോണെ നറൂട്ടോക്കകത്ത് മറ്റേ ഇഡൻ വില്ലേജ്, ഇഡൻ ലീഫ് വില്ലേജ്. അപ്പൊ ഇതിങ്ങനെ അറിയാം. നമ്മുടെ ഹിന്ദി എന്തൊരു പറയുകയാ, ഇതെനിക്ക് ഒന്നുമായിട്ട് തോന്നുന്നില്ല. ഇത് നോക്കി ചുമ്മാ ഒന്ന് ഇറങ്ങി നോക്കി, ഈ വില്ലേജിലായിരിക്കും അവര് താമസിക്കാം. ഇവർ ഇവിടുന്ന് വെളിയിൽ ഇറങ്ങുന്നതൊക്കെ വല്ലപ്പോഴായിരിക്കും. ഇവിടെ തന്നെ കച്ചവടമൊക്കെ നടത്തി ഇവരെ കാണാനൊക്കെ ഇവിടോട്ട് വരും. ഇവിടോട്ട് വന്നൊരു സാധനം അടിച്ചു മാറ്റാൻ പറ്റത്തില്ല. അടിച്ചു മാറ്റുന്നവർ കണ്ടു കഴിഞ്ഞാൽ കൊള്ളക്കാരനോ ആരെങ്കിലും ആണെങ്കിൽ അവർ കില്ല് ചെയ്യും. അവരുടെ വീടും ഇവിടെയുള്ള വീടുകളൊക്കെ എടുക്കാം അവർക്ക് ഓരോന്നോരോന്നായിട്ട്. നമുക്ക് നമ്മുടെ കിങ്ഡത്തിൽ ഉള്ളവർക്ക് നമുക്ക് ഇവിടെ റൈഡ് വരാൻ പറ്റുമോ? പറ്റും. ഓക്കെ, പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റിംഗ് കാര്യങ്ങളുണ്ട്. ഈ അണ്ടർഗ്രൗണ്ട് നോക്കി എന്റെ അടുത്ത് വന്നേ. ഗെയിമിങ് ബാക്കിലോട്ട് വാ. ഇങ്ങോട്ട് ബാക്കിലോട്ട് കൊണ്ടാക്കി വെച്ചൊക്കെ നോക്കി. ഞാൻ തന്നെ എന്തൊക്കെ പറയണ. പിന്നെ ഒരു കാര്യമുണ്ട്, വേറെ സംഭവം പറഞ്ഞുതരാം. ഈ വില്ലേജ് ഇപ്പോഴും ഇപ്പോഴും നിങ്ങൾ വിചാരിക്കും എന്നാ പിന്നെ റൗണ്ട് ആയിട്ട് ഇപ്പൊ നമ്മളാണ് അറ്റാക്ക് ചെയ്യാൻ വരുന്നെങ്കിൽ ഈ വില്ലേജ് റൗണ്ട് ആയിട്ട് അറ്റാക്ക് ചെയ്താൽ പോലെ എളുപ്പമായിട്ട് കയറിക്കൂടെ എന്ന് വിചാരിക്കും. ആ ഒരു വഴി അല്ലാണ്ട് വേറെ ഒരു വഴിയിലും നിങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ വഴി വരുമെന്ന് ഈ മലയുടെ മേളിൽ കൂടെ സൈഡിൽ കൂടെ കയറി വരാം. അങ്ങനെ വിചാരിക്കുമെങ്കിൽ ഇവിടെ ഒന്ന് നോക്കിയേ. ഇവിടുന്ന് നമ്മള് അടുത്ത വില്ലേജിലോട്ട് പോകുന്നോ അതെന്തെങ്കിലും കാണാൻ ബാക്കിയുണ്ടോ? അറ്റം പോയി കണ്ടാ ഇതിനെ ചുറ്റുമതിലല്ല വെച്ചേക്കുന്നത്. മലയല്ല വെച്ചേക്കുന്നത്, മലയാണ്. മലയുടെ മേളില, മലയുടെ ഉള്ളില് ഇതേപോലെ ആയിരിക്കും പല പാറ്റേണും വരുന്നത്. ഇനി നമ്മുടെ വില്ലേജ് ഇങ്ങനെയൊന്നും അല്ല വന്നേക്കുന്നത്.
അത് കാണിച്ചു തരാം. വാ, 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 വാ. ഇതിന്റെ ഇവിടുത്തെ സിറ്റി ഹാളൊന്ന് കാണിച്ചു തരാമോ? അത് ഇവര് പ്ലാൻ ചെയ്യട്ടതാ. ഞാനിപ്പോ സിറ്റി ഹാളായിട്ട് നടുക്കായിരിക്കും. ഞാൻ ഇവിടെ ഒരു ദ്വീപ് പോലെ തന്നെ ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരു മല നടുക്കായിട്ട് ഇവിടെ വെച്ചേക്കണേ. ആ കാണുന്നതെന്ന് തോന്നുന്നു. ഇതേതാ ഒരു ദ്വീപ് പോലെ തന്നെ ഉണ്ടോ അതിന്റെ നടുക്ക് തന്നെ. കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലമാണല്ലേ. ഇതാണ് ആ ദ്വീപ്. ഇതാണ് ഇവിടെ തന്നെ എത്ര വീടാന്ന് നോക്കിയോടാ ഇപ്പൊ തന്നെ. ഇത് ആരൊക്കെ എടുക്കുമെന്ന് വെച്ചിട്ടാ. ആരുടെ വീട് പണിഞ്ഞ്? പക്ഷെ ഒറ്റ വിഷയമുള്ളൂ വീട്. അതാണ് നിങ്ങളോട് ഹെൽപ്പ് വെച്ചേ. നമ്മുടെ വില്ലേജിന്റെ അതിനകത്ത് ഇന്ത്യയുടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ല കൊറേ നാളിൽ തന്നെ കാണുന്നില്ലല്ലോ. കൊറേ നാളിൽ ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇതിന്റെ ഒരു പുറപ്പാടിലായിരുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഫുള്ളായിട്ട് എങ്ങനെയാണ്. എന്റെ അടുത്തിട്ടോ ഈ ചെറിയ വീട് കണ്ടിട്ട് ഇങ്ങനെയാ. അപ്പൊ നീ കാണാൻ ഇതൊന്നുമല്ല. എനിക്ക് 100% ശതമാനമില്ല നമ്മളെ ലാസ്റ്റത്തെ വില്ലേജ് കാണാൻ പോകുന്നത്. അവിടെ വന്നിട്ട് അവിടെ കിങ് നിൽക്കുന്ന സ്ഥലമില്ലേ, കിങ് നിൽക്കുന്ന കൊട്ടാരം, അതിന്റെ മേളിൽ നിന്ന് താഴോട്ട് ഒരു വ്യൂ ഉണ്ട്. എന്റെ പൊന്നാളി അത് ചുമ്മാ ചിന്തിച്ചാ മതി. കിങ് തൊടാൻ പോലും പറ്റത്തില്ല. 4 കിങ്ങോ ഒരുമിച്ച് വന്നാൽ പോലും അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും ഹൈറ്റിനാണ് നമ്മൾ അറ്റാക്ക് ചെയ്തത്. സ്ഥലം കൊള്ളാം കേട്ടോ, ഇത് കൊള്ളാം. അത്രയും ചുറ്റും മതി. ഈ ഒരു വില്ലേജ് ആണ് ഇവിടെ ഉള്ള അവരുടെ പ്രൊട്ടക്ഷനും അവരെ വാർ നടക്കുന്ന സ്ഥലം. ഇനി നമുക്ക് നമ്മുടെ മറ്റേ സ്ഥലത്തോട്ട് പോകാം. നമ്മുടെ ആരല്ലേ നമ്മുടെ സഞ്ജയ് മറ്റേ ഇവരൊക്കെ ഇല്ലേ പൊട്ടസും ഒക്കെ അവരുടെ സ്ഥലത്തോട്ട് പോകാം. അവരുടെ സ്ഥലവും ഇതേപോലത്തെ സംഭവമാണ്. പക്ഷെ ഒറ്റ വിഷയമുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ നോക്കിയാണോ ഇവിടെ ചില്ല് ചെയ്തിരിക്കണോ കാമോക്കി കേട്ട് വന്നിട്ട് അല്ലേ. ഉള്ളവര് വന്നാ പോരെ, ഇല്ലാത്തവരൊക്കെ എന്ത് ചെയ്യും? പിന്നെ വിഷയമുണ്ട്. കാമുകിയൊക്കെ ഉണ്ടെങ്കിൽ രാജാവിന്റെ കാമുകിയാണെങ്കിൽ അത് റാണിയായിട്ട് പ്രഖ്യാപിക്കും കേട്ടോ. ഏത് ഡ്രസ് അവിടെ എന്റെ കാമുകിയായിട്ട് എന്നെ തന്നെ വിളിക്കണം. ഈ രാവിലെ മാറണോ? രാത്രി കാണാൻ രസമുണ്ട്. ഇത് പോയി ഓക്കെ, അങ്ങനെ നമ്മൾ സാധാരണ വില്ലേജിലോട്ട് വില്ലേജേഴ്സ് ഉള്ള സ്ഥലത്തോട്ട് പോവാ. ഇത് കാണുമ്പോൾ ഇവർ വീക്കാന്ന് വിചാരിക്കും. പക്ഷെ ഇവരുടെ ബേസ് അപ്പുറത്താണ്. ആലോചിച്ച് നോക്കിയേ, ഇത്ര ഉള്ളവരെ കേറും. പക്ഷെ ഇത്രേ ഉള്ളൂന്ന് പറഞ്ഞ കേറും. പക്ഷെ ആരുമില്ല, ഒന്നുമില്ല, റിസോഴ്സസ് ഇല്ല, ഒന്നുമില്ല. തൊട്ടപ്പുറത്തോട്ട് നോക്കുമ്പോ വലിയ വില്ലേജ് അപ്പുറത്ത്. അവിടെ അതിന്റെ ഉള്ളിൽ ഇറങ്ങിക്കഴിഞ്ഞാലും വെളിയിലോട്ട് ഇറങ്ങാനൊക്കെ ഭയങ്കര പണിയാ. ചാടുന്ന എങ്ങനെയാണ് അതിന്റെ മേളിൽ അടിയിട്ടിട്ട് ഓടുമ്പോ ചാടിക്കഴിഞ്ഞാൽ നിലത്തുകൊണ്ട് ചത്തു പോകും. അത്ര ഹൈറ്റില്ല മേളില് വെച്ച് കീറി വെച്ചേക്കുവാ. മലയുടെ ബാക്കില് കുറെ കട്ടകൾ കൊണ്ടുവച്ച അമ്മമാർക്ക് കേറാൻ പറ്റിയല്ലേ? കേറാൻ പറ്റും, പക്ഷെ പൊട്ടിക്കാനോ അങ്ങനെയല്ല കേറണ്ടേ. കേറുവാണെങ്കിൽ ഞാനാണ് അവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും 3 പേരുള്ളെങ്കിലേ ഞാൻ എങ്ങനെ പോവാന്നറിയാവാ. ഞാൻ ഇവിടെ നിന്ന് ബ്ലോക്ക് ഇടും, എന്നിട്ട് ആകാശത്തോട്ട് എത്തിച്ചിട്ട് ആകാശം വഴി കയറും. ബ്ലോക്ക് ഇട്ട് ഇതെന്തൊക്കെ പായ്ക്കപ്പല പാട്ട് ബ്രോ. ഒരു വിഷയമുണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് ആദ്യമായിട്ടാണ് നമ്മളിവിടെ കണ്ടിട്ടില്ല. എടാ ഇത് നമ്മുടെ വില്ലേജ് അല്ലേ? ഇതന്നെ നമ്മുടെ അല്ല, ഇത് മറ്റേ രണ്ടാമത്തെ വില്ലേജ്. നമ്മളെ സൂ ഇല്ലേ, സൂ വഴി മുന്നോട്ട് വരത്തില്ലേ ആ വില്ലേജ്. എന്റെ ക്ലാസ്സിലുള്ളവന്മാരുണ്ടാക്കി അപ്പുറത്ത് അതിന്റെ അപ്പുറത്ത് നമ്മുടെ വില്ലേജ് അല്ലേ? നമ്മുടെ വില്ലേജ് ഉണ്ടല്ലോ ഇതിനകത്ത് സാധനം. അപ്പുറത്ത് നമ്മുടെ വില്ലേജാ. വഴി മനസ്സിലായില്ലേ? വെറുതെ അല്ല എന്റെ ഇത്ര ഐറ്റംസ് ഇരിക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത് എന്റെ കൈ ഇത്ര ഐറ്റംസ് എടുത്താ വന്നേ. ഇത് കിങ് തന്നെയാണ്, കിങ് തന്നെയായത്. ഞാൻ ആലോചിക്കുക ഈ വീട്ടിൽ ഇങ്ങനെ ഐറ്റംസ് വന്നേന്ന്. ഒരു ബാഹുബലി സെറ്റപ്പ് കേട്ടോ. ബാഹുബലി സെറ്റപ്പോ ഇത് കളിച്ച് ചെയ്യുമ്പോൾ ആലോചിക്കണോ അവരുടെ ഒരു ഫീൽ എങ്ങനെയായിരിക്കും. നമ്മ വേറൊരു ലൈഫ് ജീവിക്കുന്ന പോലെ. കാര്യം ഇതെല്ലാം ലിറിക്സും ജീവനൊക്കെ ഉള്ള സാധനങ്ങളല്ലേ. ഈ കണ്ടപ്പോഴേ ഒരു ഫീല് പെറ്റായിരിക്കും കളിക്കുമ്പോ. കളിക്കുമ്പോ ആലോചിച്ച് നോക്കി, നമ്മളൊരു ഗ്യാങ്ങായിട്ട് നമ്മളൊരു ചിന്തം നമ്മള് വീട്ടിലെ രാജാവൊക്കെ കളിക്കുമ്പോ ആരെങ്കിലൊക്കെ വീട്ടിൽ കൊണ്ടുപോവാ. ഇതെന്റെ കമ്മിക്കാരൻ്റെയാ, അവന്റെ പേര്. ചിലപ്പോ പേര് കാണും, ഇവിടെ പേര് ചിലപ്പോ കാണും. ഇവിടെ ഒന്നും പണിയാൻ പാടില്ല. അങ്ങനൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ കളക്ട് ചെയ്തിടാം. നിങ്ങൾക്ക് അത് രാത്രിയിട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പീറ്ററിനെ എന്നെ വിളിക്കുവാണെങ്കിൽ നമ്മൾ യൂട്യൂബ് വീഡിയോ ഒക്കെ ഇടും. കാര്യം അതിൽ തന്നെ കുറെ ആപ്പുണ്ടാവും, അത് കണ്ടുപിടിക്കുന്നതും അത് പോയി പിടിക്കുന്നതും എടുക്കുന്നത് തന്നെയൊക്കെ അല്ലേ. ഈ സംഭവം വില്ലേജ് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ നമ്മൾ കളിച്ചുണ്ടാക്കിയതാണ്. അങ്ങോട്ട് പോലെ നിങ്ങളവിടെ ഞാൻ മിസ്സായി ചെറുതായിട്ട്.
പാലം വഴി മുന്നോട്ട് വാ. തിളങ്ങുന്ന ബട്ടർഫ്ലൈ. അത് അലയാണ് ഇവിടെ പിന്നെ അതെന്താ ഇത്ര ക്യാരക്ടർ മാറ്റിയാ ഇല്ല കൊണ്ടുള്ള ബിൽഡിങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടം. നമുക്ക് ഇനി നേരെ പോകാനുള്ളത് മറ്റവന്മാരുടെ വില്ലേജിലോട്ടാണ്. എന്തുവാണ് അത്? അങ്ങോട്ട് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കണ്ടത് ഒരു വില്ലേജാണ്. ഇനി ഇതിനൊക്കെ 2-3 വില്ലേജുകളുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിലായിട്ട് കാണാം. കൂടാതെ നിങ്ങൾക്ക് ഈ സെർവർ കളിക്കണം താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലല്ലുവിൻ്റെ ഡിസ്കോഡ് ചാനൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. അപ്പോൾ അത് ഞെക്കി കയറിയാൽ മതി ലല്ലുവിൻ്റെ ചാനലിൽ കയറാൻ പറ്റും. പിന്നെ അതിൽ പോയിട്ട് പറഞ്ഞാൽ മതി, ടിക്കറ്റ് വിളിച്ച് പറഞ്ഞാൽ മതി മൈൻക്രാഫ്റ്റ് സെർവർ കളിക്കണം എന്നൊക്കെ പറഞ്ഞാൽ സെറ്റാക്കി തരും. മൈൻക്രാഫ്റ്റ് വില്ലേജർ റോളൊക്കെ തന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. അപ്പം അവിടെ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പരിപാടികൾക്ക് അറിയാലോ, എല്ലാം ചെയ്തേക്കുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കാര്യം ഇങ്ങനത്തെ ഒരു സെർവർ ഉണ്ട് മൈൻക്രാഫ്റ്റിന്, ഇങ്ങനത്തെ ഒരു യൂട്യൂബർ ഉണ്ട് ഇത് പറയാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് എന്ന് സഹായിക്കുക. അപ്പം അത്രേ ഉള്ളൂ. ടിൽ ദെയർ ടേക്ക് കെയർ. ഇറ്റ്സ് മീ യുവർ P4UIT സൈനിങ് ഔട്ട്. ബൈ.